ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ മകരം 1 ഒരു പുതിയ തുടക്കമാണ് നാളെ വരുന്നത്. നാളെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് ഒരു വർഷത്തെ ഫലമാണ് നമുക്ക് ഉണ്ടാവുന്നത്. 30 വ്യാഴത്തോടു കൂടിയ പുതിയ ഒരു മാസത്തിൻ്റെ തുടക്കം. നാളത്തെ ദിവസം ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ 27 പ്രാവശ്യം ചൊല്ലേണ്ടുന്ന നാമത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഒപ്പം തന്നെ നാളെ സൂര്യഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പൊങ്കലിട്ട് പ്രാർത്ഥിക്കേണ്ടുന്ന രീതിയെക്കുറിച്ചും പറയുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ആയിട്ടും അത് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ പൊങ്കലിടാൻ ശ്രമിക്കണം. കാരണം 2026 സൂര്യൻ്റെ വർഷമാണ്. അതുകൊണ്ട് തന്നെ സൂര്യഭഗവാന്റെ അനുഗ്രഹം ഈ ഒരു വർഷം മുഴുവൻ നമുക്ക് വേണം. നമ്മുടെ ജീവിതത്തിലെ സമ്പൽ സമൃദ്ധിയും മക്കളുടെ ഐശ്വര്യവും ആയുരാരോഗ്യ സൗഖ്യത്തിനുമൊക്കെ നമ്മൾക്ക് ഈ ഒരു പൊങ്കലിട്ടുള്ള വഴിപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ നാളെ 2026 ജനുവരി 15 വ്യാഴാഴ്ച രാവിലെ 4:30 മുതൽ 6 മണി വരെയുള്ള സമയം നമുക്ക് പൊങ്കലിടാൻ ഏറ്റവും നല്ല സമയമാണ്. ആ ഒരു സമയത്തിടാൻ സാധിക്കാത്തവർക്ക് പിന്നെയുള്ളത് 7:45-നും 8:45-നും ഇടയ്ക്കുള്ള സമയം. കാരണം 6 മുതൽ 7 മണി വരെയുള്ള സമയത്ത് നമ്മൾ പൊങ്കലിടാൻ പാടില്ല. നാളത്തെ യമകണ്ഠ കാലം വരുന്നത് 6 to 7:30 വരെയാണ്. യമകണ്ഠകാലം, ഗുളികകാലം, രാഹുകാലം ഒന്നും പൊതുവേ നമ്മൾ നല്ല കാര്യങ്ങൾക്ക് എടുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു സമയം. സാധാരണയായിട്ട് സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു സമയത്ത് 6 to 7 ആ ഒരു സമയം വളരെ നല്ല സമയമാണ്. പക്ഷേ നാളെ നമുക്കത് എടുക്കാൻ കൊള്ളില്ലാത്തത് കൊണ്ട് തന്നെ ഒന്നെങ്കിൽ 4:30 to 6, 4:30 to 6, അല്ലെങ്കിൽ 7:45 to 8:45. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 9 to 10 വരെയില്ല, 9 മുതൽ 9:45 വരെയേ ഉള്ളൂ. കാരണം 10 മണി മുതൽ പിന്നെ നമുക്ക് ഗുളികകാലം ആരംഭിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 1:30 മുതൽ നമുക്ക് രാഹുകാലം ആരംഭിക്കും. അതുകൊണ്ട് തന്നെ രാവിലെയുള്ള ഈ 2 സമയങ്ങൾ തന്നെ നിങ്ങൾ പൊങ്കലിടാൻ വേണ്ടിയിട്ട് എടുക്കണം. പൊങ്കലിടുന്നത് എല്ലാവർക്കും എങ്ങനെയാണെന്നറിയാം. നമ്മൾ സാധാരണ പൊങ്കാലയൊക്കെ എങ്ങനെയാണോ ഇടുന്നത് അതേ രീതി തന്നെയാണ് ഇവിടെയും നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ വീടിൻ്റെ മുറ്റത്ത് അടുപ്പ് കൂട്ടി ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ അടുപ്പിൽ വീട്ടിലുള്ള ഗ്യാസ് ബർണറിൽ വെച്ച് പൊങ്കാല ഇടാവുന്നതാണ്. ഈ ഒരു പൊങ്കൽ നമ്മൾ വീട്ടിലിടുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏത് സമയത്താണോ ഞാൻ ഈ പറഞ്ഞ സമയത്ത് ഈ രണ്ടിൽ ഏത് സമയത്താണോ പൊങ്കാല ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഭാഗം നീറ്റ് ആൻഡ് ക്ലീനാക്കി മഞ്ഞൾ വെള്ളമൊക്കെ തളിക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ 2 പൊങ്കലാണ് ഇവിടെ ഇടുന്നത്. ഒന്ന് ശർക്കര പൊങ്കലും ഒന്ന് വെൺപൊങ്കലും. അതായത് ശിവ പാർവതിമാരെയാണ് ഈ 2 പൊങ്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 2 പൊങ്കലിനുള്ള മൺകലവും തയ്യാറാക്കി വെക്കണം. മൺകലം മൺതത്വത്തെ കൂട്ടാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ നിങ്ങളോട് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, മൺതത്വം നമ്മളിൽ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സ്വർണവും വീടും അതേപോലെ തന്നെ നിലം തോട്ടങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് മൺകലത്തിൽ തന്നെ ഇടണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ നാട്ടിലും ഓരോ ആചാരമായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ പാത്രത്തിൽ പൊങ്കാല ഇടാവുന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ മൺകുടമാണ് ഏറ്റവും നല്ലത്. ആ മൺകുടത്തിന് ചുറ്റുമായിട്ട് നമ്മൾ 3 വിരലുകൾ കൊണ്ട് ഭസ്മം തേച്ച് നടുക്ക് ഒരു കുങ്കുമപ്പൊട്ട് തൊടണം. അതേപോലെ തന്നെ മഞ്ഞളും ഇഞ്ചിയും അത് നമ്മൾ പറിച്ചെടുത്തിട്ട് അതേപോലെ തന്നെ ചുറ്റി കെട്ടി വെക്കണം. അടുപ്പിന് നമ്മളൊരു മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെക്കുന്നത് വളരെ നല്ലതാണ്. 5 തിരിയിട്ട് നിലവിളക്കടുത്ത് കത്തിച്ച് വെക്കണം. കുലദൈവ ചെമ്പ് അതെന്താണെന്ന് അറിയാമല്ലോ. കുലദൈവ ചെമ്പും ഗണപതി ഭഗവാനെയും നമ്മൾ ഒരു വലിയ ബ്രാസിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു വാഴയിലയോ എടുത്തിട്ട് അതിൽ നമ്മൾ 5 തിരിയിട്ട് നിലവിളക്ക് വെച്ച് അതിനടുത്തായിട്ട് കുലദൈവത്തിനുള്ള ചെമ്പും ഒപ്പം തന്നെ ഗണേശ ഭഗവാനെയും വെക്കാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു സമയത്താണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് അടുപ്പിൽ ആദ്യം നമ്മൾ പാലാണ് ഒഴിക്കുന്നത്. കാരണം എന്തൊരു ദോഷത്തെയും പാലിനില്ലാതാക്കാൻ കഴിയും. അപ്പോൾ പാലിലോട്ട് നമ്മൾ ബാക്കി ഇടുന്ന പച്ചരി ആണെങ്കിലും ചെറുപയർ പരിപ്പാണെങ്കിലും നെയ്യാണെങ്കിലും അതിനൊക്കെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ ആ പാലിൽ ചെന്ന് വീഴുമ്പോൾ അത് ഇല്ലാതാവുമെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ പാലൊഴിക്കണം. പാലൊഴിച്ചതിന് ശേഷം ചിലയിടങ്ങളിൽ അരി കഴുകിയ വെള്ളമാണ് പിന്നെ ഒഴിക്കുന്നത്. അതായത് നമ്മൾ 3-4 പ്രാവശ്യം അരി കഴുകുമ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ പ്രാവശ്യം അരി കഴുകി എടുക്കുന്ന വെള്ളം, പച്ചരി കഴുകി എടുക്കുന്ന വെള്ളമാണ് അതിലോട്ട് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ ശുദ്ധമായ ജലം. നിങ്ങൾ എങ്ങനെയാണോ ഇത്രയും നാളും ചെയ്തു വന്നത് ആ രീതി മതിയാവും.
അതിലോട്ടൊഴിച്ചത് തിളച്ച് വരുമ്പോൾ അതിലോട്ട് പച്ചരിയും ചെറുപയർ പരിപ്പും ഇട്ട് അത് തിളച്ച് തൂവണം. അത് തിളച്ച് തൂവുന്നതാണ് നമ്മുടെ ഒരു വർഷത്തെ ഐശ്വര്യം. നമ്മൾ എങ്ങനെയാണോ ആറ്റുകാൽ പൊങ്കാലയൊക്കെ ഇടുന്നത് ആ സമയം പൊങ്കാല തൂകുമ്പോൾ നമുക്കത് മനസ്സിലാകുമല്ലോ. അപ്പം അതനുസരിച്ച് അത് തിളച്ച് തൂകുന്ന സമയത്ത് സൂര്യഭഗവാനെ നോക്കി പ്രാർത്ഥിക്കണം. പിന്നെ കിഴക്ക് നോക്കി വേണം നമ്മൾ പൊങ്കാലിടുന്നത്. ഇപ്പോൾ നമ്മൾ അടുപ്പാണെങ്കിലും നമ്മുടെ അടുക്കള കിഴക്ക് ദർശനമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങോട്ട് നോക്കി ഉദിച്ചുയരുന്ന സൂര്യഭഗവാനെ നോക്കി ഭഗവാനാണ് നമ്മൾ ഈ പൊങ്കൽ സമർപ്പിക്കേണ്ടത്. അതിനുശേഷം അതിലോട്ട് ശർക്കരയും നെയ്യും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് ഇളക്കി ആവശ്യത്തിന് നെയ്യും ഒഴിച്ച് കുറുക്കിയെടുത്ത് നമ്മൾ പൊങ്കാല സമർപ്പിക്കണം. പൊങ്കാല ആയാൽ അപ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടത് സൂര്യഭഗവാന് അർഘ്യം കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ചെറിയ ബ്രാസോ കോപ്പറോ പാത്രത്തിൽ ജലമെടുത്ത് അതിലോട്ട് കുങ്കുമം, ഒരു പിഞ്ച് പച്ചരി, അതായത് 1-2 പച്ചരി, ഒപ്പം തന്നെ ചുമന്ന കളറിലെ പൂക്കളുണ്ടെങ്കിൽ അതും ഇട്ട് സൂര്യദേവായ നമ എന്നോ ആദ്യത്തെ ഹൃദയ സ്തോത്രം ചൊല്ലിയോ ആ ജലം സൂര്യന് സമർപ്പിച്ച് സൂര്യഭഗവാനും ഗോതമ്പ് ദീപം അതൊക്കെ എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഗോതമ്പ് ദീപമൊക്കെ കൊളുത്തി അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ പായസം കുറച്ചെടുത്ത് സൂര്യഭഗവാന് സമർപ്പിക്കണം. അതിന് ശേഷം ആ പായസം നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്ന എവിടെയാണോ അവിടെ കൊണ്ടുപോയി വെക്കണം. ഒരു മുറത്തിൽ പച്ചക്കറികളും കരിമ്പും അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ, അതായത് ഒരുപാട് പച്ചക്കറികൾ വേണമെന്നൊന്നുമില്ല, മത്തങ്ങ, അതേപോലെ തന്നെ കുമ്പളങ്ങ, കായ്, ചേമ്പ്, ചേന, പിന്നെ തക്കാളിക്ക, പയറുവർഗ്ഗങ്ങൾ എന്തെങ്കിലും, അതായത് നമ്മുടെ അച്ചിങ്ങ പയർ, ബീൻസൊക്കെ ഉണ്ടല്ലോ അത്, ഒപ്പം തന്നെ കരിമ്പ്, തേങ്ങ, ഇതൊക്കെ നമ്മൾക്ക് പൂജാമുറിയിൽ, കാരണം ഒരു വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവം പോലെ തന്നെയാണ് ഈ ഒരു കാര്യം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതും സമർപ്പിക്കുന്നത്. ഇതും സമർപ്പിച്ച് ആ പായസവും സമർപ്പിച്ച് കർപ്പൂര ആരതി എടുത്ത് എല്ലാവരും പുതിയ വർഷം ഏറ്റവും നന്നായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ നാളത്തെ ദിവസം നമ്മൾ മഞ്ഞൾ നിറത്തിൽ പിങ്ക് ചേർന്നിട്ടുള്ള ഡ്രസ്സ് ധരിക്കാം, അല്ലെങ്കിൽ കാവി കളറിലെ ഡ്രസ്സൊക്കെ ധരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മഞ്ഞളും ഇളം റോസും ചേർന്നിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. ഒപ്പം തന്നെ മാവില തോരണം, ആരും മാവില തോരണം വീടിൻ്റെ ഫ്രണ്ടിൽ മാവില തോരണം. ഇഞ്ചി, അത് നമ്മൾ ഇഞ്ചി വളർന്നിട്ട് ആ ഇലയും ഇഞ്ചിയും കൂടി ഒന്നിച്ച് പറിച്ച്, അതേപോലെ തന്നെ മഞ്ഞളും എല്ലാം നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ നാളെ തൂക്കണം. കാരണം ഇതൊക്കെ മംഗളവസ്തുക്കളാണ്. ഈ മംഗളവസ്തുക്കൾ നാളത്തെ ദിവസം എത്രമാത്രം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നു അതനുസരിച്ച് നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യം വരാനും നമ്മുടെ കർമ്മദോഷങ്ങൾ മാറാനും ഇതൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഒപ്പം തന്നെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് സർവമംഗളമംഗല്യെ ചൊല്ലിക്കൊണ്ട് വേണം നിലവിളക്ക് കൊളുത്താൻ. ഒപ്പം തന്നെ നമ്മൾ പാലാണെങ്കിലും വെള്ളമാണെങ്കിലും അരിയാണെങ്കിലും നാളെ പൊങ്കലിടുമ്പം എന്തൊക്കെ വസ്തുക്കൾ നമ്മൾ അതിലോട്ട് ചേർത്താലും അപ്പോഴൊക്കെ ഓം ശിവ സൂര്യായ നമ എന്നുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം ഇതൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതും നിങ്ങൾ മറക്കരുത്. പിന്നെ നാളത്തെ പൊങ്കലിനകത്ത് ആസ് യൂഷ്വൽ തേനൊഴിക്കാം, കുങ്കുമപ്പൂവിടാം, അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. സാധാരണ നമ്മൾ പൊങ്കലിടുന്നത് പോലെ തന്നെ ഇട്ടാൽ മതിയാവും. പക്ഷേ ഇവിടെ ചെറുപയർ പരിപ്പും പച്ചരിയുമാണെന്നുള്ള ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ വെളിയിലൊക്കെ താമസിക്കുന്നവർക്ക് ചിലപ്പം മഞ്ഞൾ കൊത്തും ഇഞ്ചി കൊത്തും ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഹോളായിട്ടുള്ള മഞ്ഞൾ, അത് റോ മഞ്ഞളാവാം, അത് പച്ചമഞ്ഞളാവാം, ഉണക്കമഞ്ഞളാവാം, അതാണെങ്കിലും ഒരു മഞ്ഞൾ ചരടിൽ കെട്ടി ആ ഒരു കലത്തിന് ചുറ്റും കെട്ടി വെച്ചാൽ മതി. അത് നമ്മൾ ചെയ്യണം. കാരണം അതിന് പറയുന്നത് മംഗളനാളെന്നാണ്. മംഗളനാൾ വെക്കുക എന്ന് പറയും. സാധാരണ 3 മഞ്ഞളാണ് നമ്മൾ ഈ ശർക്കര പൊങ്കൽ ഉണ്ടാക്കുന്ന കലത്തിന് 3 മഞ്ഞൾ, നമ്മൾ മാലയൊക്കെ കോർക്കുന്നത് പോലെ 3 മഞ്ഞൾ ഒന്നിച്ച് കോർത്ത് കെട്ടിയിടും. വെൺപൊങ്കൽ ഉണ്ടാക്കുന്നത് ഒറ്റ മഞ്ഞൾ മതിയാവും. അത് നിങ്ങൾ ഇത്രയും നാളും ചെയ്ത് വന്ന രീതിയിൽ കൂടി ചെയ്താൽ മതി. ഇപ്പം ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നാളെ ഈ രീതിയിൽ വേണം നിങ്ങൾ പൊങ്കലിടാൻ. പൊങ്കലൊക്കെ ഉണ്ടാക്കി അതിന് ശേഷം അത് നമ്മൾ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്ന എവിടെയാണോ അവിടെ കൊണ്ട് വെച്ചിട്ട് നമ്മുടെ പൂജാമുറിയിലും വിളക്കുകളൊക്കെ തെളിഞ്ഞിരിക്കണം. നാളത്തെ ദിവസം 5 തിരിയിട്ട് നെയ്യൊഴിച്ച് തന്നെ വേണം നിങ്ങൾ നിലവിളക്ക് കൊളുത്താൻ. എത്ര ദീപങ്ങൾ കൊളുത്തുന്നുണ്ടെങ്കിലും അതിലെല്ലാം നെയ്യൊഴിച്ച് കൊളുത്തുന്നത് നല്ലതാണ്. ഒപ്പം തന്നെ മഞ്ഞയും ചുമലയും കളറിലെ പൂക്കൾ നാളത്തെ ദിവസം പൂജാമുറിയിൽ അലങ്കരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. കാരണം നാളെ മകരം 1 എന്ന് പറയുന്നത് വ്യാഴാഴ്ച വന്നിരിക്കുന്നു. മഞ്ഞ കളർ ഭഗവാൻ വിഷ്ണുവുമായിട്ട് ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മഞ്ഞ കളർ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വ്യാഴം നമ്മളിൽ ആക്റ്റീവാകും. ജൂപ്പിറ്റർ ആക്റ്റീവായി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടെന്ന് ആവശ്യം വരില്ല. അതേപോലെ തന്നെ റെഡ് കളർ നാളെ വെക്കുന്നതിൻ്റെ കാര്യം, നാളെ മകരം 1 സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട ദിവസമാണ്. അപ്പം റെഡ് കളർ, അപ്പോൾ സൂര്യനും വ്യാഴത്തിനെയുമാണ് നമ്മൾ അവിടെ ആക്റ്റീവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മഞ്ഞ കളറും
ചുമല കളറിലെയും പൂക്കൾ നാളെ പൂജാമുറിയിൽ വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ പൊങ്കലും ഉണ്ടാക്കി അതും കൊണ്ടുവച്ച് അവിടെ ഇരുന്ന് 107 പ്രാവശ്യം ജപിക്കേണ്ടുന്ന മന്ത്രം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇത് ശ്രീനിവാസ ഐശ്വര്യ മഹാമന്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നിങ്ങൾക്ക് നാളെ 27 പ്രാവശ്യം ചൊല്ലിയ ശേഷം എല്ലാ ദിവസവും 3 തവണ ചൊല്ലാവുന്നതാണ്. ഈ ഒരു മന്ത്രം നിങ്ങൾ വിശ്വാസപൂർവ്വം ചൊല്ലിയാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ ചൊല്ലുന്ന മന്ത്രങ്ങൾക്ക് മന്ത്രസിദ്ധി ലഭിച്ച് അതിൻ്റെ ഫലം ലഭിക്കാൻ ഏറ്റവും ഉത്തമമായ സമയമാണ് ഈ ഒരു 6 മാസക്കാലം എന്ന് പറയുന്നത്. മന്ത്രം ഇതാണ്: ശ്രീവത്സവക്ഷസം ശ്രീശം ശ്രീലോലം ശ്രീകരഗ്രഹം ശ്രീമന്തം ശ്രീനിധിം ശ്രീധ്യം ശ്രീനിവാസം ഭജാമ്യഹം. ശ്രീവത്സവക്ഷസം ശ്രീശം ശ്രീലോലം ശ്രീകരഗ്രഹം ശ്രീമന്തം ശ്രീനിധിം ശ്രീധ്യം ശ്രീനിവാസം ഭജാമ്യഹം. ഈ ഒരു മന്ത്രം കഴിഞ്ഞ വർഷം വൈശാഖ മാസത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി ചൊല്ലാനായി പറഞ്ഞു തന്നിരുന്നു. ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഏകദേശം 1 വർഷമാകാൻ പോകുന്നു അത്. അപ്പോൾ ഈ ഒരു മന്ത്രമാണ് നമ്മൾ ചൊല്ലേണ്ടത്. വിശ്വാസപൂർവ്വം നാളെ 27 പ്രാവശ്യം ഇത് ചൊല്ലാം. ചൊല്ലുമ്പം ഭഗവാന് മഞ്ഞ കളറിലെ പൂക്കളോ തുളസിയിലയോ ഒക്കെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അതേപോലെ 1 വർഷത്തെ ഐശ്വര്യത്തിന് നാളെ നമ്മൾ വീട്ടിലോട്ട് അത്യാവശ്യമായിട്ട് വാങ്ങിക്കൊണ്ട് വരേണ്ടുന്ന ഒരേ ഒരു വസ്തു, സാധാരണ കല്ലുപ്പ്, അതേപോലെ തന്നെ പാല്, പച്ചരി, മധുരപലഹാരങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. പക്ഷേ നാളത്തെ ദിവസം രാവിലെ 6 മണിക്കും വൈകിട്ട് 6 മണിക്കും ഇടയ്ക്കുള്ള ഏതൊരു സമയത്തും നിങ്ങൾക്ക് വാങ്ങിക്കേണ്ടുന്ന ഒരേ ഒരു വസ്തു എന്ന് പറയുന്നത് മഞ്ഞ കളറിലെ ഒന്നെങ്കിൽ തുണി അല്ലെങ്കിൽ മഞ്ഞൾ. അത് പച്ചമഞ്ഞളാവാം, ഉണക്കമഞ്ഞളാവാം, വലിയ ഉരുണ്ട മഞ്ഞളാവാം. എന്താണെങ്കിലും മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് മാറ്റി നിർത്താം. ഒന്നെങ്കിൽ പച്ചമഞ്ഞൾ, ഉണക്കമഞ്ഞൾ, അല്ലെങ്കിൽ ഗുണ്ടുമഞ്ഞൾ എന്ന് പറയുന്ന വലിയ മഞ്ഞൾ, അതും അല്ലെങ്കിൽ മഞ്ഞ കളറിലെ ഒരു ക്ലോത്ത്, പൂജയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്ത് ഉണ്ടല്ലോ ചെറുത്, അത്. ഈ ഒരൊറ്റ വസ്തു നാളെ മേടിച്ചാൽ മതി. കാരണം നാളത്തെ ദിവസം ജൂപ്പിറ്റർ വ്യാഴഗ്രഹം നല്ല രീതിയിൽ ആക്റ്റീവ് ആവാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നതാണ്. ഈ ഒരേ ഒരു വസ്തു. ഇതിനോടൊപ്പം മറ്റ് പല വസ്തുക്കളും നമ്മൾ എല്ലാ മാസവും പറയുന്നത് പോലെ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു വസ്തു നാളത്തെ ദിവസം മേടിച്ചാൽ അതിൻ്റെ ഐശ്വര്യം നിങ്ങൾക്ക് ഈ ഒരു വർഷം മുഴുവൻ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് മേടിക്കാനായിട്ട് ശ്രമിക്കണം. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം അടുത്ത ഓപ്ഷനായിട്ട് നിങ്ങൾ മഞ്ഞൾപ്പൊടി നോക്കിയാൽ മതിയാവും. അപ്പോൾ ഇതാണ് നമ്മൾ നാളെ ചെയ്യേണ്ടത്. എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നല്ല ഉയർച്ച നാളെ ഉണ്ടാകുന്നതാണ്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.